ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി നമുക്ക് അടിപൊളി മുട്ട സ്റ്റൂ, അതായത് മസാല മുട്ട സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് സവാള വേണം, അതുപോലെ തന്നെ തക്കാളി, കരിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത്. അപ്പോൾ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയ്ക്കൊപ്പം തന്നെ പച്ചമുളകും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടെ ഇട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ഉള്ളി നന്നായിട്ട് വഴണ്ട് എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഈ സമയത്ത് ഞാൻ ക്യാരറ്റും കൂടെ അരിഞ്ഞ് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ഉണ്ട്, ബീൻസും ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. എനിക്ക് ബീൻസും ഉരുളക്കിഴങ്ങും ഈ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രമാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്യാരറ്റ് വേവിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ഇട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വരുന്ന മസാലക്കൂട്ടുകളാണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് വേവിച്ചത് ഇതിലോട്ടൊന്ന് ആ വെള്ളവുമായി ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തേങ്ങ തിരുകി അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിൻ്റെ 1/4 പാല് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ വെള്ളം ഒന്ന് ക്യാരറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിൽ ഞാൻ 1/4 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2/2 പാലൊന്നും എടുത്തിട്ടില്ല, 1/4 പാല് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് മുട്ട ഒന്ന് 4 വശവും ഒന്ന് വെറുതെ ഒന്ന് കീറിയതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ ഈ കാണുന്നത് പോലെ കീറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനും കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ശേഷം അതിന് മുകളിൽ നല്ലൊരു മണത്തിനും ഫ്ലേവറിനുമായിട്ട് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പ്രത്യേക ഒരു രുചിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ മല്ലിയില ഒഴിവാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ സ്റ്റൂവിൽ. അപ്പോൾ മല്ലിയില തീർച്ചയായും ഇടുക. അതൊരു മണവും രുചിയും ഭയങ്കരമായിട്ട് തരുന്ന ഒരു സംഭവമാണ്. അപ്പം നല്ല അടിപൊളി നല്ല രുചിയുള്ള മസാല മുട്ട സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ എത്ര ഭംഗിയായിട്ടുണ്ട്, അത്രയും തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ്. ഞാനിത് ഇവിടെ പൂരിക്കൊപ്പം കഴിക്കാനാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കുന്നതിൽ കടന്നാലോ? ഇപ്പോൾ പൂരിയുടെ മാവ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിനായിട്ട് എണ്ണയിൽ നല്ല ചൂടെണ്ണയിലേക്ക് മുക്കിയിടുന്നുണ്ട്. നമ്മുടെ പൂരി അത് അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല കറുമുറാന്ന് വേണമെങ്കിൽ ശകലം കൂടി ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കാം. ഇല്ല പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പം തന്നെ എടുക്കാനുള്ള സോഫ്റ്റ് ആയിട്ടിരിക്കും പൂരി. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുത്തതിന് ശേഷം പൂരിക്കൊപ്പം നമുക്ക് കഴിച്ചാലോ? എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ friends, enjoy.